ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേനോ, നമ്മൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇവിടെ ഭയങ്കര അലമ്പാണ്, എനിക്ക് കുറേ പണിയുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഒരു ദിവസമാണ് രാത്രി 7 മണിയായപ്പോഴാണ് ഒരു ബോധം വന്നത്. നാളെ മൺഡേ ആണല്ലോ, അപ്പം ഇന്നിങ്ങനെ പോയാൽ പറ്റില്ല. കിച്ചണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇവിടെ നിന്ന് താണ്ഡവം ആടേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഫുഡൊക്കെ വേണം. പിന്നെ നമ്മളിന്ന് ഉച്ചക്കൊക്കെ ഒരു ഒപ്പിക്കൽ പരിപാടിയായിരുന്നു കേട്ടോ. ലെഫ്റ്റ് ഓവർ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഫുഡില്ലേ, അത് ലെഫ്റ്റ് ഓവറൊക്കെ വെച്ച് ഒപ്പിക്കലായിരുന്നു ഉച്ചക്ക്. ഇനി രാത്രി എന്നാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം തന്നെ പച്ചവെള്ളത്തിൽ ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ചിട്ട് മാവ് റെഡിയാക്കി വെച്ച് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു മാവ് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ വാട്ടി കുഴക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്താലേ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ കിച്ചണൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര അലമ്പല്ലെങ്കിലും അത്ര അടിപൊളിയായിട്ടല്ല ഇരിക്കുന്നത്. കുറച്ച് പാത്രങ്ങൾ എടുത്ത് വെച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു നമ്മൾ പാത്രം വെക്കുന്ന ഒരു റാക്കില്ലേ, അത് ഒഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞതുപോലെയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മൾ പ്രസ്സൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങി വൃത്തിയായിരിക്കുമല്ലോ. ഇന്ന് ശരിക്കും കുറേ കാര്യങ്ങൾ ഞാനൊരു വലിയ ടു ഡു ലിസ്റ്റ് എഴുതിയതിൻ്റെ ശേഷമാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. ടു ഡു ലിസ്റ്റ് ഞാൻ ടിക്ക് ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൽ ഞാൻ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കിച്ചൺ ക്ലീനിങ്ങും ഈ ഒരു ഡിന്നർ സെറ്റാക്കുന്നതും നമ്മളെ ഹോളും ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് വൃത്തിയാക്കിയിടുന്ന. ഹോൾ വലിയ കച്ചറ ആയിട്ടുണ്ടായിരുന്നില്ല. അത്രയും കാര്യങ്ങളാണ് ഇന്ന് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി നമുക്ക് 2 അലമാര മെസ്സാണ്, ഫ്രിഡ്ജ് കുറച്ച് അലമ്പാണ്, പിന്നെ വീട് മൊത്തത്തിൽ നന്നായിട്ട് അടിച്ചു തുടയ്ക്കുക, അങ്ങനെ കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ. എന്തായാലും സാറ്റർഡേ സൺഡേ കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പം ചെയ്യാൻ നിന്നാൽ പിന്നെ ഞാൻ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വേറെ ആരെങ്കിലും വരേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കിച്ചൺ മാത്രമാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് വലിക്കുക എന്നുള്ള പരിപാടി ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും കിച്ചണിൽ മാവ് കുഴച്ച് വെച്ചു, പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാം എടുത്ത് സിങ്കിലിട്ട് കൗണ്ടർ ടോപ്പ് നന്നായി വൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലോറും ജസ്റ്റ് ഒന്ന് അടിക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ചപ്പാത്തി മാവിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അത് നമ്മളെ കാലിൻ്റെ മേലൊക്കെ പറ്റി ആകെ വൃത്തിയിടും. എന്നിട്ട് നമുക്ക് കിച്ചണിലെ പാത്രം കൂടി കഴുകി വെച്ചതിന് ശേഷം ആ ഹോളും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിടാം. ഹോൾ വലിയ അലമ്പൊന്നുമില്ല, ടേബിളൊന്ന് വൈപ്പ് ചെയ്യാനും പിന്നെ ഫ്ലോറൊന്ന് ജസ്റ്റ് അടിക്കാനേ ഉള്ളായിരുന്നു. അങ്ങനെ പാത്രം കഴുകുന്നതൊക്കെ നമുക്കൊരു ട്രാൻസിഷനിലൂടെ തീർക്കാവുന്ന പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ, ഞാൻ ജസ്റ്റ് സ്റ്റൗവിൻ്റെ മേലേക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. ഇന്ന് നമ്മൾ ഇന്ത്യ വിമൻ ടീമിൻ്റെ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണണം. കഴിഞ്ഞ 2 കളിയിലും ഇവർ തോറ്റത് കൊണ്ട് ഞാൻ ഈ കളി കാണുന്നില്ല വിചാരിച്ചതിന്, പക്ഷേ സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ആവുമല്ലോ വിചാരിച്ച് ഞാൻ ഭയങ്കര പണിയെടുത്ത് ടയേർഡായി അങ്ങനെയല്ല കേട്ടോ. നമുക്കൊരു എക്സോസ്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കാണുന്നതിനൊക്കെ. അങ്ങനെ പിന്നെ കളി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കും ഫിസോനും ഒരു സ്ഥലത്ത് പോകാനുണ്ടായി. അപ്പോൾ അവർ പോയി. അങ്ങനെ എനിക്ക് മാത്രം മതിയായിട്ടോ ഫുഡ്. ഞാൻ വെറുതെ അത്രയും മാവൊക്കെ കുഴച്ച് വെച്ചു. അപ്പോൾ നമുക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ കുരുമുളക് ഇട്ടിട്ട് വെക്കുകയാണ്. ജീരകവും കുരുമുളകും ഇട്ടിട്ട് നമ്മൾ വരട്ടിയതുപോലെ വെക്കൂലേ, അത് ഞാൻ കുറച്ച് ലൂസായിട്ട് വെക്കുകയാണ്. തക്കാളി, ഉള്ളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി, മുളക് പൊടി വേണ്ട, പിന്നെ കുറച്ച് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, അത്രയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ വേവിക്കുന്നത്. ആവശ്യത്തിന് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ചപ്പാത്തിക്കായതുകൊണ്ട് കുറച്ച് നല്ലോണം കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഞാൻ വിസിലടിക്കാൻ വേണ്ടി വെച്ചു. ഒരു 3-4 വിസിലൊക്കെ അടിക്കും. എനിക്ക് അത്യാവശ്യം ചിക്കൻ നല്ലോണം വെന്താണ് ഇഷ്ടം. വെന്ത് പൊടിഞ്ഞാൽ അത്രയും സന്തോഷം. അങ്ങനെയാണ്. നമുക്ക് 10 മിനിറ്റിന് നമ്മൾ ഇന്ത്യൻ്റെ ബാറ്റിംഗ് തുടങ്ങും. അപ്പോൾ പവർ പ്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഒരു പരിപാടി ഭയങ്കര ഫാസ്റ്റായിട്ട് തീർക്കുകയാണ്. അപ്പോൾ 2 ചപ്പാത്തി മതിയല്ലോ, നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയും.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഈ കിച്ചണിലെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് കമ്മിങ് ഡേയ്സിൽ മൺഡേ മെയിനായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഒരു 2 അലമാര വെസാന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു അലമാര സെറ്റ് ചെയ്യലും വീട് മൊത്തത്തിൽ പിക്കപ്പും പിന്നെ ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കലും, അത്രയും പണികളാണ് ക്ലീനിങ് ആയിട്ട് ഞാൻ ചെയ്യുക. പിന്നെ അടുത്ത ദിവസം ട്യൂസ്ഡേ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാറാലടിക്കാനും അതുപോലെ അവിടുത്തെ വിൻഡോ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അന്ന് ചെയ്യണം. ഞാൻ അതിൻ്റെ എല്ലാം ഇത് ആഡ് ചെയ്യാം കേട്ടോ. അവസാനമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ചൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് ടിക്കിടുന്നതും കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ കുറേ പണിയൊക്കെ ഉള്ള സമയത്ത് അതുപോലെ ചെയ്യാമല്ലോ. അതൊരു മോട്ടിവേഷനാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 ചപ്പാത്തി ആയതുകൊണ്ട് എൻ്റെ പണി പെട്ടെന്ന് തീരുന്നുണ്ട്. കുറച്ച് തിരക്കുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു പവർ പ്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് നോക്കുകയാണ്. പിന്നെ എന്താ, കുക്കറൊക്കെ അവിടെ വിസിലൊക്കെ വരുന്നു. വറവിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കറിവേപ്പിലയും കഴുകി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ പിന്നെ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാണ്ട്, അങ്ങനെ എല്ലാം ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടുവച്ച് ചെയ്യാനിപ്പോൾ സമയമില്ല. എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടുപിടിച്ചിട്ട് കുറച്ച് ടൈമിലാണ് ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. മാക്സിമം 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ദിവസത്തെ ഫുൾ ക്ലീനിങ് പരിപാടി എനിക്ക് തീർക്കണം കേട്ടോ. അത്ര സമയം നമുക്ക് കിട്ടുള്ളൂ. എന്തൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ചധികം ടൈമും എഫേർട്ടും ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുറേ ദിവസം നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഡെയിലി ഏതെങ്കിലും പോർഷൻ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറയുമെങ്കിലും അതിടക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോകുമല്ലോ. നമ്മളത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മളിവിടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡീപ്പ് ക്ലീനിങ് ഇതുവരെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഇതിപ്പം മാസങ്ങളായില്ലേ, അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ കറി റെഡിയായപ്പോൾ ഞാനത് വറവിട്ടിട്ടോ. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത കറിവേപ്പിലയും ചെറിയുള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം നമ്മൾ കറി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്. കുറച്ചധികം ചാറോട് കൂടിയാണ് വെച്ചത്. വേണമെങ്കിൽ നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ബീഫൊക്കെ അങ്ങനെ കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കൂലേ, ആ രീതിയിലൊക്കെ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ, അടിപൊളി കറിയായിരുന്നു. ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കറിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. പ്രത്യേകിച്ച് ചപ്പാത്തിയിലേക്ക് പറ്റിയൊരു അടിപൊളി കോമ്പിനേഷനായിരുന്നു. പിന്നെ ഇത് ഇരിക്കുമ്പോൾ ഭയങ്കര കട്ടിയാവും കേട്ടോ, കുറച്ചുകൂടി കട്ടിയാവും. ഇത് കാണുമ്പോൾ ഇത്തിരി ലൂസാണെന്ന് തോന്നുകയാണ്. നാളെ പത്തിരിയിലേക്ക് ഇതൊരു അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി വേഗം ബാക്കി നമ്മളെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതും കൊണ്ടാണ് പോകുന്നത്. നമുക്ക് കഴിച്ചുകൊണ്ട് കാണാം. നല്ല ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് പാകം വെന്ത് അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കറി, ഇങ്ങനത്തെ കറികൾ ആരെങ്കിലും വെക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കനല്ലേ നന്നായിട്ട് വേവിച്ച് നല്ല മസാലകളൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ലൊരു കറിയാണ്, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ബാക്കി മാച്ച് കാണാൻ ഇന്ത്യ ജയിച്ചു. അങ്ങനെ അന്ന് സന്തോഷത്തിൽ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഡിന്നറും കിച്ചൺ ക്ലീനിങ്ങേ ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേന്ന് മൺഡേ ആണ് നമ്മൾ ഈ ഗസ്റ്റ് റൂമിലുണ്ടായിരുന്ന അലമാരല്ലേ, അത് മൊത്തം ഞാൻ സെറ്റാക്കി. അതുപോലെ വീട് മൊത്തം നന്നായിട്ട് അടിച്ച് തുടച്ചൊക്കെ എടുത്തു. അപ്പോൾ മൺഡേക്ക് വേണ്ടി എഴുതി വെച്ചത് കണ്ടോ, ഫുൾ ഹൗസ് പിക്കപ്പും പിന്നെ ഒരു അലമാര ഡീപ്പ് ക്ലീനിങ്ങുമാണ് എഴുതി വെച്ചത്. അപ്പോൾ ചെയ്തെടുത്തോളം കാര്യങ്ങൾ നമുക്കിങ്ങനെ ടിക്കിട്ട് പോവാം. പിന്നെ ഫ്ലോറ് ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു ഡീപ്പ് ക്ലീൻ ചെയ്താൽ അവിടെ ഫ്ലോറ് മൊത്തത്തിൽ അടിച്ചു തുടക്കേണ്ട ആവശ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ചെയ്തു. പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങളെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മാറാലടിക്കലും അതുപോലെ ഈ വിൻഡോ നന്നായിട്ട് ക്ലീൻ ചെയ്യലും ഞാൻ ചെയ്തത്. ഇങ്ങനത്തെ വിൻഡോ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പണിയല്ലേ. അപ്പോൾ അത് ഞാൻ നമ്മളെ മോപ്പ് ഉണ്ടാവില്ലേ, മോപ്പ് വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് മോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോപ്പ് നന്നായി നനച്ചതിൻ്റെ ശേഷം വിൻഡോ ഒന്ന് തുടച്ച് നോക്കൂ, നല്ല എഫക്റ്റീവാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അന്ന് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ബുധനാഴ്ചത്തേക്ക് എഴുതി വെച്ചതായിരുന്നു ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് സ്റ്റേഷനറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ മൺഡേ തന്നെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ അലമാരയും ഫ്രിഡ്ജും ഡീപ്പ് ക്ലീനിങ് ആണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഇപ്പോൾ ചൊവ്വാഴ്ച ആയിട്ടേ ഉള്ളൂ കേട്ടോ. ബുധനാഴ്ചത്തേക്കുള്ള 2 പണിയാണ് അവിടെ ബാക്കി വരുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.